Good morning, everyone. I welcome you all for today's session. So, in last session, we have started our new unit in term 3. Is it? So, today it's completely an activity session of the poem Mr. Nobody. Okay. So, last class, Miss Pudhiya unit started. It is unit 6. So, unit 6 the poem ആണ് Mr. Nobody ആണ് മിസ് എടുത്തത്. So, today we are going to see the activities which is given backside of the poem Mr. Nobody. Okay, all of you please take your English textbook. So, I hope you all have taken your English textbook. Take page number 93. In page number 93, we have 3 activities, activity 1, 2 and 3. Okay, so let me tell you what is the first activity. Fill in the blanks with A, E, I, O, U. Okay, A alphabetsൽ A, E, I, O, U ഈ ലെറ്റേഴ്സിനെ നമ്മൾ വോവൽസ് എന്നാണ് പറയുക. ഓക്കെ, വോവൽസ് എന്താണ്? വോവൽസ് VOWELS വവൽസ്. ഓക്കെ, AEIOനെ നമ്മൾ എന്താ പറയുക? വവൽസ്. ഈ വവൽസ് അല്ലാത്ത ആൽഫബറ്റ്സ് ഇല്ലേ, അതിനെ നമ്മൾ പറയും കോൺസണൻസ്. ഓക്കെ, കോൺസണൻസ്. അപ്പോൾ ആൽഫബറ്റ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ AEIOU ആണ് വവൽസ് എന്ന് പറയുക. ഇതല്ലാത്ത റിമൈനിങ് ആൽഫബറ്റ്സിനെ നമ്മൾ പറയുക കോൺസണൻസ്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഗ്രേഡിൽ പഠിക്കാനുണ്ടാവും. ഇപ്പോൾ ഇത് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. എന്താണ് വവൽസ്, എന്താണ് കോൺസണൻസ് എന്നൊക്കെ നിങ്ങൾക്ക് നെക്സ്റ്റ് ടേമിൽ പഠിക്കാനുണ്ടാവും. സോ ഈ വവൽസ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ബ്ലാങ്ക് ആയ സ്പേസ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, സി ഫസ്റ്റ് വൺ HE-D. HE-D. Second one -ARMS. -ARMS. Next one L-GS. L-GS. Next one DR-SS. DR-SS. And the last one H-R. H-R. Okay, നിങ്ങൾ ഏത് ലെറ്റർ ആണോ ഇതിൽ സ്യൂട്ട് ആവുക അത് യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി. നൗ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ആക്ടിവിറ്റി. ആഡ് നോ, സം ആൻഡ് എവ്രി ടു ദ വേർഡ് ബഡി ടു മേക്ക് ന്യൂ വേർഡ്സ്. നമ്മുടെ ഈ പോയമിൻ്റെ പേര് തന്നെ എന്താണ്? വാട്ട്സ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം? ഇറ്റ് ഈസ് മിസ്റ്റർ നോബഡി അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 3 ബഡി അല്ലേ, ഡാഷ് ബഡി, ഡാഷ് ബഡി, ഡാഷ് ബഡി, അങ്ങനെ 3 ബഡീസ് തന്നിട്ടുണ്ട്. അതിന് 3 ബ്ലാങ്ക് ഉണ്ട്. ഈ ബ്ലാങ്ക്സിലൊക്കെ നിങ്ങൾ നോ, സം, എവ്രി ഇത് 3ഉം ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വൺ നോബഡി. നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല. വാട്ട് ഇസ് മീൻ ബൈ നോബഡി? ഫസ്റ്റ് ബ്ലാങ്കിൽ നിങ്ങൾ നോ എന്ന് എഴുതുക. അപ്പോൾ NOBODY അതൊരു വേർഡായി അല്ലേ. അപ്പോൾ നോബഡി എന്ന് പറഞ്ഞാൽ മിസ് ആ പോയമിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നോബഡി എന്ന് പറഞ്ഞാൽ നോ പേഴ്സൺ, ആരുമില്ല. സെക്കൻഡ് വൺ സം. SOMEBODY സംബഡി. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്? സംബഡി. സംബഡി എന്ന് പറഞ്ഞാൽ കുറച്ച് പേര്. ഓക്കെ, നോബഡി എന്ന് പറഞ്ഞാൽ ആരുമില്ല, സംബഡി എന്ന് പറഞ്ഞാൽ കുറച്ച് പേര്. ആൻഡ് ദ ലാസ്റ്റ് വൺ എവറി. EVERY. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം തന്നെ പെൻസിൽ കൊണ്ട് എഴുതാം കേട്ടോ. സോ എവരിബഡി, തേർഡ് ബ്ലാങ്കിൽ എവരിബഡി. ഓക്കെ, എവരിബഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും. ഓക്കെ, എവരിബഡി കം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ഇങ്ങോട്ട് വാ. ഓക്കെ, സോ ദിസ് ഈസ് ദ 3 body you should add no, some, every. First column, first blank you should write no, it makes the word nobody. And the second blank you should write some and it makes the word somebody, korchu pere. And the third blank you should write every, which makes a word everybody. Okay, so I think this activity is clear. Okay, now we are moving on to the third activity. Seema wrote her father's name like this.
സീമ റോട്ട്, സീമ എഴുതി, റോട്ട് എന്ന് പറഞ്ഞാൽ എഴുതി. റൈറ്റ് എന്ന് പറഞ്ഞതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, അതായത് എഴുതി എന്ന് പറയുന്നതിനാണ് നമ്മൾ റോട്ട് എന്ന് പറയാം. WROTE, റോട്ട്. ഓക്കെ, W സൈലൻ്റ് ആണ് കേട്ടോ. സീമ റോട്ട് ഹെർ ഫാദേഴ്സ് നെയിം ലൈക്ക് ദിസ്. സീമയുടെ ഫാദറിൻ്റെ നെയിം സീമ എങ്ങനെയാണ് എഴുതിയത്? മിസ്റ്റർ ദിനേഷ് ദീക്ഷിത്. മിസ്റ്റർ ദിനേഷ് ദീക്ഷിത് എന്നാണ് പേര്. അപ്പോൾ സീമ എങ്ങനെയാണ് എഴുതിയത്? മിസ്റ്റർ ദിനേഷ് ദീക്ഷിത്. ഓക്കെ, ആ മിസ്റ്റർ എന്നുള്ളതിൻ്റെ ചുരുക്കി എഴുതുന്നതിലാണ് MR. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ മിസ്റ്റർ ഉപയോഗിക്കുക നിങ്ങൾക്കറിയോ? അതായത് ഒരു മാൻ, ഓക്കെ, ഒരു ആൾ, മാൻ എന്ന് പറഞ്ഞാൽ ഒരു ആൾ, ആ ആൾ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അയാളുടെ പേര് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? മിസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അവിടെ നമുക്ക് മിസ്റ്റർ ഉപയോഗിക്കാം. അത് മാരീഡ് ആയാലും കുഴപ്പമില്ല, മാരീഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. മിസ്റ്റർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് MR. ഓക്കെ, MR എന്ന് നിങ്ങൾ എവിടെ കണ്ടാലും, ആരുടെ പേരിൻ്റെ ഫ്രണ്ടിൽ കണ്ടാലും നിങ്ങൾ എന്താണ് റീഡ് ചെയ്യേണ്ടത്? മിസ്റ്റർ. ഓക്കെ, യു ഷുഡ് റീഡ് ഇറ്റ് ആസ് മിസ്റ്റർ. ഓക്കെ, now next one, Ram wrote his mother's name like this. റാം എങ്ങനെയാണ് റാമിൻ്റെ മദറിൻ്റെ നെയിം എഴുതിയത്? മിസ്സസ് സ്നേഹ രാംദാസ്. ഓക്കെ, സ്നേഹ രാംദാസ് എന്നാണ് നെയിം. പക്ഷെ അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നത് എങ്ങനെയാണെന്നറിയോ? MRS. MRS എന്നുള്ളത് മിസ്സസ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് മിസ്സസ്. MRS. ഓക്കെ, അപ്പോൾ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ലേഡീസ്, അതായത് സ്ത്രീകൾ. ഓക്കെ, സ്ത്രീകളുടെ പേരെഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മിസ്സസ് എന്ന് എഴുതണം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മാരീഡായ സ്ത്രീകൾക്ക് മാത്രമാണ് നമ്മൾ മിസ്സസ് യൂസ് ചെയ്യുക. ഓക്കെ, മിസ്റ്റർ നമുക്ക് മാരീഡായ മാനും അല്ലെങ്കിൽ മാരീഡ് അല്ലെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിലും കല്യാണം കഴിക്കാത്ത പുരുഷന്മാർക്ക് നമുക്ക് മിസ്റ്റർ ആഡ് ചെയ്യാം, MR. ഓക്കെ, പക്ഷേ ഇൻ കേസ് ഓഫ് ഫീമെയിൽ, നമുക്ക് ലേഡീസ് ആവുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ മിസ്സസ് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്സസ് നിങ്ങൾ എങ്ങനെ എഴുതുക? MRS. അണ്ടർസ്റ്റുഡ്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ, മിസ് ഇപ്പോൾ പറഞ്ഞുതരാം എന്താണ് ആക്ടിവിറ്റി എന്ന്. മിസ് പറഞ്ഞുതരാം. So now you see the activity. What you have to do, write your father's name as Seema did. സീമ എഴുതിയതുപോലെ നിങ്ങളും നിങ്ങളുടെ ഫാദറിൻ്റെ നെയിം ഈ പിങ്ക് റിബണിൽ നിങ്ങൾ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? വെറുതെ ഫാദറിൻ്റെ നെയിം എഴുതിയാൽ മതിയോ? നോ, യു ഷുഡ് റൈറ്റ് ഇറ്റ് ആസ് MR ഡോട്ട് നിങ്ങളുടെ ഫാദറിൻ്റെ പേര്. അപ്പോൾ അതെന്താണ്? മിസ്റ്റർ. ഓക്കെ, ഇപ്പം നിങ്ങളുടെ ഫാദറിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണെങ്കിൽ മിസ്റ്റർ MR ഡോട്ട് അബ്ദുറഹ്മാൻ, അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് യുവർ മദേഴ്സ് നെയിം ആസ് റാം ഡിഡ്. ഓക്കെ, ഇനി റാം മദറിൻ്റെ നെയിം എഴുതിയതുപോലെയാണ് ഈ പിങ്ക് റിബണിൽ നിങ്ങളുടെ നെയിം എഴുതേണ്ടത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ മദറിൻ്റെ നെയിം എന്താ പറയുക, എന്തായാലും കുഴപ്പമില്ല, സുലൈഖ എന്നാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? MRS ഡോട്ട് സുലൈഖ. ഓക്കെ, M ഷുഡ് ബി ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അപ്പോൾ മിസ്സസ് ഡോട്ട് സുലൈഖ എന്നാണ് എഴുതേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മിസ്സസ് നമ്മൾ ഉപയോഗിക്കുക ഓൺലി മാരീഡ് ലേഡീസിന് മാത്രമാണ് നമ്മൾ മിസ്സസ് ഉപയോഗിക്കുക. പക്ഷേ മിസ്റ്റർ എന്നത് നിങ്ങൾക്ക് മാരീഡ് ആയ ജെൻസിനും മാരീഡ് അല്ലാത്ത ജെൻസിനും നിങ്ങൾക്ക് മിസ്റ്റർ ഉപയോഗിക്കാം. അണ്ടർസ്റ്റുഡ്? സിമ്പിൾ. ആൻഡ് ദ ലാസ്റ്റ് വൺ, യൂസ് മിസ്റ്റർ ആൻഡ് മിസ്സസ് ടു റൈറ്റ് മോർ നെയിംസ് യു നോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളെ അറിയണ ആരെങ്കിലും നെയിം വെച്ചിട്ട് മിസ്റ്റർ എന്നിട്ടൊരു നെയിം എഴുതാം, മിസ്സസ് വെച്ചിട്ടൊരു നെയിം എഴുതാം, അത്രയേ ഉള്ളൂ. ഫാദർ മദർ ആവണമെന്നില്ല, ആരായാലും കുഴപ്പമില്ല. മിസ്റ്റർ വെച്ചിട്ടൊരു നെയിം, മിസ്സസ് വെച്ചിട്ടൊരു നെയിം, ലാസ്റ്റ് 2 പിങ്ക് റിബൺ തന്നിട്ടില്ലേ അതിലെഴുതണം. ഓക്കെ, ഇത് ഈസി ഐ തിങ്ക്. ഓക്കെ, മിസ്റ്റർ എന്ന് പറഞ്ഞാൽ മാരീഡ് ഓർ അൺമാരീഡ് മാൻ, മിസ്സസ് എന്ന് പറഞ്ഞാൽ ഓൺലി മാരീഡ് ലേഡീസ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, now in page number 94 there's a small poem. Okay, the zigzag boy. എന്താണ് the zigzag boy? ജസ്റ്റ് നിങ്ങൾക്ക് റീഡിങ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മിസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. I know a little zigzag boy who goes this way and that. Okay,
He never knows just where he puts his coat or shoes or hat. ഓക്കെ, എനിക്കൊരു സിഗ്സാഗ് ആയിട്ടുള്ള ബോയിനെ അറിയാം. സിഗ്സാഗ് എന്ന് പറഞ്ഞാലോ, താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലൈൻ കണ്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനത്തെ ലൈൻസിനാണ് സിഗ്സാഗ് എന്ന് പറയാം. അപ്പോൾ ഈ ചെറിയൊരു മോനെ എനിക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ഒരു സിഗ്സാഗ് ബോയിനെ എനിക്കറിയാം. ഹൂ ഗോസ് ദിസ് വേ ആൻഡ് ദാറ്റ്. എങ്ങനെ പോവുക? ഗോസ് എന്ന് പറഞ്ഞാൽ പോവുക. എങ്ങനെയാണ് പോവുക? ദിസ് വേ ദാറ്റ് വേ, ദിസ് വേ ദാറ്റ് വേ. കുറേ അങ്ങോട്ട് പോവും, കുറേ ഇങ്ങോട്ട് പോവും, കുറേ അങ്ങോട്ട് പോവും, കുറേ ഇങ്ങോട്ട് പോവും. ഓക്കെ, ഹി നെവർ നോസ്, അവനക്ക് ഒരിക്കലും അറിയില്ല. എന്തറിയില്ല? ജസ്റ്റ് വെയർ ഹി പുട്ട്സ് ഹിസ് കോട്ട് ഓർ ഷൂസ് ഓർ ഹാറ്റ്. ഓക്കെ, അവനക്ക് അറിയില്ല അവൻ്റെ കോട്ട്, ഷൂസ്, ഹാറ്റ് ഇതൊക്കെ എവിടെയാണ് വെക്കണമെന്ന് അവനക്കേ അറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് രാവിലെ സ്കൂളിലേക്ക് വരാനാവുമ്പോൾ നിങ്ങളിങ്ങനെ ഓടാറില്ലേ, എവിടെയാണ് ഷൂ വെച്ചത്, എവിടെയാണ് ID കാർഡ് എവിടെയാണ് വെച്ചത്, ബോക്സ് എവിടെയാണ് വെച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറില്ലേ? എന്നിട്ട് ഉമ്മ ചോദിക്കാറില്ലേ എവിടെയാണ് ഇതൊക്കെ വെച്ചിരിക്കണേന്ന്, എന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന്ന്? അപ്പോൾ എന്താണ്, എപ്പോഴും നമ്മുടെ സാധനങ്ങൾ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് തന്നെ കൃത്യമായി വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് ബോയ് പോലെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് സൂക്ഷിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്താവും, നമ്മളും ഈ സിഗ്സാഗ് ബോയുടെ പോലെ ആവും. ഓക്കെ, നൗ സെക്കൻഡ് പാരഗ്രാഫ്. ഇഫ് യു ആർ നോട്ട് എ സിഗ്സാഗ് ചൈൽഡ്, ഇനി നിങ്ങളൊരു സിഗ്സാഗ് ചൈൽഡ് അല്ലെങ്കിൽ you will have no cause to say that you forgot, for you will know where things are put away. So in second stanza എന്താണ് പോയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് യു ആർ നോട്ട് എ സിഗ്സാഗ് ചൈൽഡ്, നിങ്ങളൊരു സിഗ്സാഗ് ചൈൽഡ് അല്ലെങ്കിൽ, എന്താണ് സിഗ്സാഗ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സാധനങ്ങൾ എവിടെയാണ് വെച്ചതെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞ് നടക്കുന്നതിനാണ് സിഗ്സാഗ് ചൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളൊരു സിഗ്സാഗ് ചൈൽഡ് അല്ലെങ്കിലോ, യു വിൽ ഹാവ് നോ കോസ് ടു സേ ദാറ്റ് യു ഫർഗോട്ട് എന്ന് പറഞ്ഞാൽ മറന്നുപോയി. നിങ്ങൾക്ക് അയ്യോ ഞാനത് അവിടെ വെച്ചെന്ന് മറന്നുപോയല്ലോ, എൻ്റെ ID കാർഡ് എവിടെയാണ് വെച്ചത്, എൻ്റെ ബെൽറ്റ് എവിടെയാണ് വെച്ചത്, അത് മറന്നുപോയല്ലോ. നിങ്ങളെല്ലാവരും രാവിലെ അങ്ങനെ ഒരു വേർഡ് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അമ്മമാട്, അത് എവിടെയാണ് വെച്ചത് മറന്നു, ഇതെവിടെയാണ് വെച്ചത് മറന്നു. അങ്ങനെ പറയേണ്ട ആവശ്യം വരുമോ? ഇല്ല. എന്തുകൊണ്ട് പറയേണ്ട ആവശ്യം വരില്ല? ബിക്കോസ് ഫോർ യു വിൽ നോ വെയർ തിങ്സ് ആർ പുട്ട് അവേ. കാരണം എന്താണ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സാധനങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങളൊരു സിഗ്സാഗ് ചൈൽഡാണോ അല്ലയോ എന്ന്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് റീഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക, ഞാനൊരു സിഗ്സാഗ് ചൈൽഡ് അല്ല, എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ കൃത്യമായി എവിടെയാണോ ഉമ്മ വയ്ക്കാൻ പറയുന്നത് അവിടെ തന്നെ എടുത്ത് വയ്ക്കും. ഓക്കെ, സോ നിങ്ങളൊരു സിഗ്സാഗ് ചൈൽഡ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓക്കെ, അതിന് വേണ്ടി ജസ്റ്റ് ഒരു ഫണ്ണി പോയം. ഓക്കെ, നൗ it's the time to give me the last activity. Okay, the last activity is in the page number 95. So the activity 4 is writing the cursive. Okay, page number 95, you have the cursive writing to practice. So please write this page neatly. Okay, so all of you try to do these activities by yourself. Okay, എല്ലാ ആക്ടിവിറ്റീസും ഈസിയാണ്. ഓക്കെ, fill in the blanks പറഞ്ഞില്ലേ മിസ്, ആക്ടിവിറ്റി 1 അത് മിസ് AEIOU വവൽസ് വെച്ചിട്ട് എഴുതാനുള്ളത്, അത് മിസ് ഒരു ക്ലൂ തരാം, അതൊക്കെ ബോഡി പാർട്സിൻ്റെ fill in the blanks ആണ് കേട്ടോ. സോ ബോഡി പാർട്സ് ആലോചിച്ചിട്ട് നിങ്ങൾ ആ fill in the blanks fill ചെയ്യാം. സോ റിമൈനിങ് ആർ ഈസി. മിസ്റ്റർ എവിടെയോ ഉപയോഗിക്കാം, മിസ്സസ് എവിടെയോ ഉപയോഗിക്കാം എന്നൊക്കെ മിസ്സ് പറഞ്ഞു തന്നു. സോ നിങ്ങൾ തനിയെ ചെയ്യാൻ ശ്രമിക്കുക, എന്നിട്ട് ഈ സിഗ്സാഗ് ബോയ് എന്ന് പറഞ്ഞ പോയം നന്നായി ഒന്ന് റീഡ് ചെയ്യുക. ദെൻ യു റൈറ്റ് ദ കഴ്സീവ്. ഓക്കെ, ഐ വിൽ ബി സെൻഡിങ് ദ ആൻസേഴ്സ്. ഓക്കെ, താങ്ക് യു. സീ യു സൂൺ.